അയിരൂർ സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ വിവിധ പരിപാടികളോടെ നടന്നു. ജൂബിലി സ്മാരക ഇൻഡോർ സ്റ്റേഡിയം ഉദ്ഘാടനം, വാർഷികം, അധ്യാപക രക്ഷാകർതൃ ദിനം, സർവീസിൽ നിന്നും വിരമിക്കുന്ന ജിജി അരീക്കൽ, എം ജയ ജോൺ, സെജി സെബാസ്റ്റ്യൻ, CS വർഗീസ് എന്നിവർക്കുള്ള യാത്രയയപ്പ്, പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്നിവ നടന്നു. നിയമ വ്യവസായ വകുപ്പ് മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്തു. ഈ നാടിൻ്റെ സാമൂഹ്യ വളർച്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ചെയ്ത ഈ വിദ്യാലയം 7.5 പതിറ്റാണ്ട് പിന്നിട്ട് കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. കേരളം ലോകത്ത് തന്നെ ഏറെ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഒരിടമാണ്. നമ്മൾ ഇന്ത്യയുടെ 1.2% നമ്മുടെ ഭൂമി. ഇന്ത്യൻ ജനസംഖ്യയുടെ 2.3% ഇവിടെ അധിവസിക്കുന്നത്. പക്ഷെ വിദ്യാഭ്യാസം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ വികസിത രാജ്യങ്ങളോട് ഇടപിടിക്കാവുന്ന മികവുണ്ട്. ഇപ്പൊ ലോകത്ത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും മലയാളി സാന്നിധ്യം. ചിലത് പറയും ഒന്നൊഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഇനി മിസ്റ്റർ സുരേന്ദ്രൻ കൂടി ചാന്ദ്രയാനെ കണ്ടുപിടിച്ച് അവിടെ പണ്ട് തമാശ പറയുന്നത് അവിടെ ഒന്ന് ഇറങ്ങുമ്പോൾ മലയാളി ചായ അടിച്ച് നിൽക്കുന്നുണ്ടെന്ന് പറഞ്ഞ പോലെ ഭാവിയിൽ അവിടെ മലയാളി പോകും. കാരണം മലയാളി പോകുക എന്നതിൽ ഒരു കാരണമാണ് ഇപ്പോ ലോകത്ത് ഏത് രാജ്യത്തും മലയാളി പോയി ജോലി ചെയ്യുമ്പോൾ ഉയർന്ന ജോലികളാണ്. ഒരു കാലത്ത് അങ്ങനെയായിരുന്നു. ബോംബെക്കുള്ള ആദ്യത്തെ പോക്ക് സ്റ്റെനോഗ്രാഫി പഠിച്ചിട്ടാണ്. പിന്നെ ഗൾഫിലേക്കുള്ള പോക്ക് അൺസ്കിൽഡ് ഒക്കെ ആയിട്ടുള്ള എന്തെങ്കിലും ജോലി കിട്ടാതെ പോകുന്ന പോക്കാണ്. ഇപ്പോൾ ഉള്ള യാത്ര അങ്ങനെയല്ല. ഉയർന്ന ജോലി ബിരുദം നേടിയവർ, എഞ്ചിനീയറിംഗ് ബിരുദം നേടിയവർ, ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്പനികളിൽ ഉയർന്ന സ്ഥാനം വഹിക്കുന്നവരെല്ലാം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ മികവിന്റെ ഭാഗമായിക്കൊണ്ടാണ്. സ്കൂൾ മാനേജർ ഫാദർ പോൾ ആത്തപ്പള്ളി അധ്യക്ഷനായി. ആദ്യത്തേത് നമുക്കൊക്കെ സന്തോഷകരമായ ഒരു നിമിഷമാകുന്നതിന്റെ കാരണം നമ്മൾ ഏറെ നാള് ആഗ്രഹിച്ച ഒരു കാര്യമാണ്. നമുക്ക് ദേവാലയ വിദ്യാലയത്തിന് മുറ്റത്തായിട്ടൊരു ഓപ്പൺ ഓഡിറ്റോറിയം പണിയണം എന്നുള്ളത്. ഇതിൻ്റെ നിർമ്മാണത്തിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവരൊക്കെ ഇന്ന് ഏറെ സന്തോഷിക്കുന്നുണ്ട്. ഇത് ഉണ്ടായിക്കാണെന്ന് ആഗ്രഹിച്ചവരൊക്കെ ഇന്ന് ആ സന്തോഷത്തിലാണ്. ഇതിന് പിറകിൽ പ്രവർത്തിച്ചവരെ ഒന്ന് അഭിനന്ദിക്കുക എന്നുള്ളത് എൻ്റെതായ ഒരു ഉത്തരവാദിത്വം കൂടി ആയതുകൊണ്ട് ഞാൻ അതിലേക്കാണ് ആദ്യം കടക്കുക. ഏതാണ്ട് 1.5 മാസത്തിനുള്ളിലാണ് നമ്മളിതിനുള്ള ഫണ്ട് ശേഖരിക്കാനും ഈ പണികൾ പൂർത്തീകരിക്കാൻ ശ്രമിച്ചത്. വെറും 1.5 മാസം കൊണ്ട് നമുക്കിത് സാധിച്ചുവെങ്കിൽ അത് നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല, ദൈവാനുഗ്രഹം കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, ചന്ദ്രയാൻ 3 പ്രോഗ്രാം ഡയറക്ടർ PS സുര, കോർപ്പറേറ്റ് മാനേജർ ഫാദർ തോമസ് നങ്ങേലിമാലിൽ, കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു, ഫാദർ ജോസ് മൈപ്പാൻ, ജനപ്രതിനിധികളായ ഷൈനി ജോർജ്, CM വർഗീസ്, സിജി വർഗീസ്, കവിത ബാബു, മിനി പോളി, PTA പ്രസിഡന്റ് MP ആന്റണി, ബാബു തച്ചിൽ, KK ജോർജ്, മൈക്കിൾ ആറ്റുമേൽ, MD ഷാജി, ജൂബിലി കൺവീനർ സജിമോൻ തോമസ് കോട്ടക്കൽ, കുമാരി ഡിൽന ഡിറ്റോ, മാസ്റ്റർ ഫെർഡിൻ പോൾ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപകൻ ജോജോ തോമസ് സ്വാഗതം ആശംസിച്ചു. വിദ്യാലയ അങ്കണത്തിൽ അതിമനോഹരമായ ഒരു ഇൻഡോർ സ്റ്റേഡിയം പൂർത്തിയായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന അധ്യാപന ജോലിയിൽ നിന്നും സ്തുത്യർഹമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന പ്രിയങ്കരായ അധ്യാപക ശ്രേഷ്ഠർ, സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന താങ്ങും തണലുമായി നിൽക്കുന്ന അധ്യാപക രക്ഷാകർതൃ സംഘടനയുടെ സമ്മേളനം, പഠിച്ചിറങ്ങിയ സുമനസ്സുകളായ നല്ലവരായ പൂർവ്വ വിദ്യാർത്ഥികൾ ഒത്തുചേരുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ഇവയെല്ലാം സംഗമിക്കുന്ന ഈ മനോഹരമായ മുഹൂർത്തത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും സ്വാഗതം ആശംസിക്കുക. പ്രിൻസിപ്പാൾ മേഴ്സി തോമസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. CJ ജോയ്, സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ, നോർത്ത് പറവൂർ.